നാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. നമ്മുടെ ക്ഷേത്രത്തിന്റെ പരിഹാരക്രിയകളോടനുബന്ധമായ ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണം, അതിലുള്ള കഥാവിശദീകരണങ്ങളിൽ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ എന്തിനാണ് ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, എന്തിനാണ് ഭാഗവതം വായനയൊക്കെ കേൾക്കുന്നത് എന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ഇനി കൂർച്ചത്തിൽ ഇരുന്ന് കേൾക്കണ്ട എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നാളെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ ഗതി കിട്ടാതെ നടക്കുന്നതായിട്ടുള്ള പ്രേതങ്ങളെയൊക്കെ ആവാഹിച്ച് അല്ലെ, എല്ലാറ്റിനെയും പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഭാഗവതമൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നുള്ളതാണ്. ഇപ്പൊ കസേരയിലിരുന്ന് നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ നാളികേരത്തിന്റെ മുകളിലും ദർഭപ്പുല്ലിന്റെ മുകളിലൊക്കെ ഇരുന്ന് കേൾക്കേണ്ടി വരും. ആണ് വ്യത്യാസം. അപ്പോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ജീവിതത്തിൽ നല്ല ഗതി ഉണ്ടാവൂ. ഇവിടെയാണെങ്കിലും ഇവിടം വിട്ടുകഴിഞ്ഞാലും നമുക്കും സമാധാനം ഉണ്ടാവുക, നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്കും സമാധാനം ഉണ്ടാവുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭാഗവതത്തില് രുക്മിണി സ്വയംവരം വരെയുള്ള കഥാഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. ഇപ്പോ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഭഗവാന്റെ അനവധി കഥകളാണ് വരുന്നത്. അപ്പൊ അതില് നമുക്ക് ഒരു കഥ ഇന്ന് നോക്കാം. ഭഗവാന് 7 വയസ്സായപ്പോ നടക്കുന്ന ഒരു കഥയാണ്. അനവധി കഥകളുണ്ട്, എങ്കിലും 7ാമത്തെ വയസ്സിൽ നടക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് ഗോവർദ്ധന ഉദ്ധാരണം, അതുപോലെ ഗോവിന്ദാഭിഷേകം തുടങ്ങിയതായിട്ടുള്ള ഒരു കഥ. അപ്പൊ ഭഗവാൻ കൃഷ്ണന് ഇപ്പോ 7 വയസ്സായിട്ടുണ്ട്. 7 വയസ്സായ സമയത്ത് നടക്കുന്ന ഒരു ലീലയാണ് ഇത്.
ഇപ്പൊ കൃഷ്ണൻ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തിനാണ് ഭാഗവതം നമ്മൾ കേൾക്കണം, ഭാഗവതം വായിക്കണം? വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചറപറ വായിക്കുകയല്ല, ഭാഗവതം പഠിക്കുക. എന്തിനാണ് ഭാഗവതം പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം പഠിക്കാൻ പറയുന്നത്. കൃഷ്ണൻ നമുക്ക് സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്ന, പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിലൂടെ എടുത്ത് ഈ ഒരു കഥയിലൂടെ നമുക്ക് തരുന്ന മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാര്യത്തിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു യുക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു യുക്തി, ഏത് കാര്യം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതിൽ എന്താണ് അതിന്റെ കാലിക പ്രസക്തി. കാരണം നമ്മുടെ ഹിന്ദുധർമ്മ പ്രകാരം നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് കാലാനുസൃതം മാറുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കാലാനുസൃതം മാറാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഒരു കാലത്തും മാറ്റം വരുത്തരുത് എന്ന് പറയുന്നതായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് മാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാലം ദേശം തുടങ്ങിയിട്ടുള്ളതിന് അനുസരിച്ച് മാറുന്നതാണ്. കാലത്തിനനുസരിച്ച് മാറാത്ത കാര്യം എന്ന് പറയുന്നത് സത്യം പറയുക, അല്ലേ? അത് നമ്മുടെ ചില അനുഷ്ഠാന വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പരമാവധി സത്യം പറയുക. അതൊരു 50 കൊല്ലം മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അന്നും പറഞ്ഞിട്ടുള്ള സത്യം പറയൂ കേട്ടോ പരമാവധി. ഇന്നും അങ്ങനെയാണ്, ഇനി കുറെ കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പരമാവധി വ്യവഹാരത്തിൽ സത്യം പറയുക, ഈശ്വരവിശ്വാസം ഉള്ളവനായിരിക്കുക. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ഇനി അതിന് മാറ്റവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കുക, ഈശ്വര ഭജനം ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരിക്കലും മാറ്റമില്ല. നമ്മുടെ ശാസ്ത്രങ്ങളെ എപ്പോഴും പ്രമാണമായിട്ട് അംഗീകരിക്കുക. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതവും, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് തുടങ്ങിയതില് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് മാത്രമല്ല, അതിനെന്തെങ്കിലും പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഒരു ശാസ്ത്ര പ്രമാണത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒപ്പം നമ്മുടെ യുക്തി കൂടി അതിൽ ചേർക്കണം. അല്ലാതെ കണ്ണുമടച്ച് ഒന്നിനെയും വിശ്വസിക്കുകയും ചെയ്യരുത്, കണ്ണുമടച്ച് ഒന്നിനെയും തള്ളിക്കളയുകയും ചെയ്യരുത്. അങ്ങനെ ഒരു യുക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മാറാത്തതായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം കാലത്തിനനുസരിച്ച് മാറുന്നതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. പണ്ട് ക്ഷേത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണ്ട് ഗംഭീരമായിട്ടുള്ള മരം കൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഇന്ന മരങ്ങൾ മാത്രമേ ക്ഷേത്രത്തിന്റെ കാര്യത്തിന് വിനിയോഗിക്കാൻ പാടുള്ളൂ തുടങ്ങിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ഇന്ന് പോയി വന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരം കിട്ടാനില്ല. പലപ്പോഴും കോൺക്രീറ്റ് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓട് മേയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാലത്തിനനുസരിച്ച് വന്ന മാറ്റമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാണ്ടാണ് നടന്നിരുന്നത്. ഇന്ന് അതേസമയം കാലം മാറി, ഇന്ന് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് നടക്കുന്നു. പണ്ട് ഷർട്ട് ഉപയോഗിച്ചിരുന്നില്ല, ഇന്നിപ്പോ ഷർട്ട് ഇടുന്നുണ്ട്. ഇതൊക്കെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. അത് മാറണം. കാരണം കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പ്രഭാഷണങ്ങളോ, നമുക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരി ഓം. അപ്പോ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നതായ യുക്തിചിന്തകൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. യുക്തിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ യുക്തിയെയും അംഗീകരിക്കുന്ന ആളുമാണ്. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇവിടെ വരുന്നത് ഈ ഗോവർദ്ധന ഉദ്ധാരണത്തിൽ. അപ്പൊ വർഷം തോറും ഗോപന്മാരെല്ലാവരും ഒരു യാഗം നടത്താറുണ്ട്. ഇപ്പൊ കൃഷ്ണന് 7 വയസ്സാണുള്ളത്. അപ്പൊ 7 വയസ്സാകുന്ന സമയത്തിന് മുമ്പ് തന്നെ 5 വയസ്സാകുന്ന സമയത്ത് തന്നെ കൃഷ്ണനെ പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വിടുന്നതായിട്ടുള്ള ഒരു കാര്യം അവിടെയുണ്ട്. ഭഗവാൻ 5 വയസ്സായിട്ടുള്ള സമയത്ത് ഒരു ജോലി കൊടുത്തു, പശുക്കുട്ടികളെ മേയ്ക്കണം എന്നുള്ളത്. കുറച്ചു സമയം പശുക്കുട്ടികളെ മേയ്ക്കണം. 6 വയസ്സാകുന്ന സമയത്ത് മുതിർന്ന പശുക്കളെയും കുറച്ചു സമയം മേയ്ക്കാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മളൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് മുൻപ് പറഞ്ഞതായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഒരു കാര്യം പറഞ്ഞു. ഭാഗവതം എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റ് കൂടിയാണ് എന്നുള്ളത്. വെറും ഒരു ഭക്തിശാസ്ത്രം എന്നുള്ള രീതിയിൽ ഒതുക്കി വെക്കാനുള്ളതല്ല ഭാഗവതത്തെ. കാരണം ഈ എന്ത് കാരണം കൊണ്ടാണ് ഈ കൃഷ്ണൻ 5 വയസ്സിൽ പശുക്കുട്ടികളെ മേച്ചു, അല്ലെങ്കിൽ 6 വയസ്സിൽ പശുക്കളെ മേച്ചു എന്നൊക്കെയുള്ള കഥ. കൃഷ്ണൻ പശുക്കുട്ടികളെ കൊണ്ടുപോയി പശുക്കളെ മേയ്ക്കുക, ഇനി അപ്പുറത്ത് പോയിട്ട് വേറെന്തെങ്കിലും ചെയ്യുക, നമ്മളിപ്പോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിത് കേട്ടിട്ട് എന്താ കാര്യം? കൃഷ്ണൻ പശുക്കുട്ടികളെ മേച്ചു എന്നുള്ള കാര്യം. കാളിദാസൻ പറയുന്നതായിട്ടുള്ളൊരു വാക്യം മുമ്പും പറഞ്ഞിട്ടുണ്ട്. ശൈശവേ അഭ്യസ്ത വിദ്യാനാം. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ അധ്വാനശീലം വളർത്തി എടുക്കേണ്ടതാണ് മുതിർന്നവർ. 2 ശീലങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഒന്ന് അധ്വാനശീലം. ജോലി ചെയ്യാണ്ട് ഷോർട്ട് കട്ടിൽ സമ്പാദിക്കാനുള്ള വഴി അല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത്. അധ്വാനിച്ച് സമ്പാദിക്കുന്നതായിട്ടുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ ഒരു ശീലമാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നതായിട്ടുള്ള ഒരു ശീലം, അതിൽ അഭിരമിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന, എന്തെങ്കിലും ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപമാനമായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു ജനറേഷൻ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് അധ്വാനിക്കുന്നത് ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരു ജനറേഷൻ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സമ്പാദ്യശീലം എന്നുള്ളത് ചെറുപ്പം മുതലേ നമുക്ക് ഉണ്ടാവണം. കാരണം എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സമ്പാദ്യശീലം എന്നുള്ളത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ 2 ശീലം ചെറുപ്പം മുതലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ കൃഷ്ണൻ 5 വയസ്സായിട്ടുള്ള സമയത്ത് പശുക്കുട്ടികളെ മേയ്ക്കാൻ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ അവിടെ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് കൃഷ്ണനെ പോലെ ആ പ്രായത്തിലുള്ള സകല കുട്ടികളെയും, കാരണം ജീവിതത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കില്ല എന്നുള്ളതാണ്. കുട്ടികളാണ് ഒരു കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവര് നമ്മൾ വെറും എന്തെന്നാ പറയാ, വെറും അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ബോയ്സ് ആക്കിയിട്ട്, സോഫ്റ്റ് കുട്ടികളാക്കിയിട്ട് ഒരു പണിയും ചെയ്യിക്കാതെ വളർത്തി വളർത്തി വലുതാക്കി അവരെന്തെങ്കിലും ചെയ്യേണ്ട പ്രായമാകുമ്പോൾ ഈ മടി എന്നുള്ളത് അവരുടെ കൂടെ വരികയാണ്. പലപ്പോഴും ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം.
അത് അമ്മമാർ ആ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വം എടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലെ ബാത്റൂം കഴുകുന്നതായിട്ടുള്ള ജോലികള് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. നമ്മൾ എത്ര പേര് ചെയ്യിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, ചെയ്യിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നാളെ മുതൽ ആ ഒരു ഹാബിറ്റ് ഉണ്ടാവണം. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവരവരുടെ വസ്ത്രങ്ങൾ കഴുകുന്നതായിട്ടുള്ള ശീലം, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി, അവരവരുടെ വസ്ത്രങ്ങള്, പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങള് ആ കുട്ടികളെ കൊണ്ട് തന്നെ കഴുകിക്കണം എന്നുള്ളതാണ്. അതൊരു ഹാബിറ്റാണ്. അതുപോലെ ഞായറാഴ്ച ഒരു ദിവസം, ഇപ്പൊ വീക്കെൻഡായിട്ട് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കൂടി വീട്ടിലെ ജോലികൾ ചെയ്യുക. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മൊബൈലിൽ കളിക്കണോ? കാരണം വീട്ടിൽ ഒരിക്കലും ലീവ് ഇല്ലാത്ത ഒരാളാണ് വീട്ടിലെ അമ്മ, അല്ലേ? എല്ലാവർക്കും ലീവ് ഉണ്ടാവും ഞായറാഴ്ച. അന്ന് വീട്ടിലെ അമ്മയ്ക്ക് എന്താണ്? ഓവർ ഡ്യൂട്ടി ആയിരിക്കും എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ വീട്ടിലെ പാത്രങ്ങൾ കഴുകലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അത് സ്വയം നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ വീട്ടിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കുട്ടികളെ കൊണ്ട് കഴുകിക്കുക. ഒരു ശീലമാണ്. കാരണം അത് നമ്മൾ അതിന് ശേഷം കഴുകുക, പക്ഷെ അവരിൽ ആ ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, കാരണം അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു അതിനുശേഷം, കാരണം നമ്മൾ വയറ് നിറയെ കഴിച്ചു ഏമ്പക്കം വിട്ടു പോയതുകൊണ്ട് കാര്യമില്ല, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അതൊരു ശീലമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ ഷെയർ ചെയ്യാനുള്ള ശീലം നമ്മൾ ഫേസ്ബുക്കിൽ നിന്നല്ല തുടങ്ങേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീട്ടിൽ എപ്പോഴാണ് തുടങ്ങേണ്ടത്? കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അതുപോലെയുള്ള പണികൾ. അപ്പൊ ആശ്രമത്തിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ട്, നമ്മളായിട്ട് വളരെ അടുപ്പുള്ളതാണ്. അപ്പൊ ആ കുട്ടി 5ാം ക്ലാസ്സിലാണ് ഒരു കുട്ടി, 9ാം ക്ലാസ്സിലാണ് ഒരു കുട്ടി. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ബാത്റൂം കഴുകുക എന്നുള്ളത് ഈ 5ാം ക്ലാസ്സുകാരിയുടെ പണിയാണ്. അവൾക്ക് അത് കഴിഞ്ഞിട്ട്, അപ്പൊ രാവിലെ ചിലപ്പോൾ അന്ന് ആശ്രമത്തിൽ ഒരു ചെറിയ അമ്പലം ഉണ്ട്, അവിടെയൊക്കെ തൊഴാൻ വരും. അപ്പൊ എന്നോട് പറയും, സ്വാമിജി രാവിലെ ഈ ബാത്റൂമൊക്കെ കഴുകാനുള്ളതുകൊണ്ട് എനിക്ക് രാവിലെ തൊഴാൻ വരാൻ പറ്റും. ഞാൻ പറയും, ഒരു കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ ഓരോ ജോലികൾ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. സ്വന്തം നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ബാത്റൂം വൃത്തിയാക്കുക, അതുപോലെ തന്നെ നമ്മൾ കഴിച്ചതായിട്ടുള്ള പാത്രങ്ങൾ വൃത്തിയാക്കുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ ബേസിക്കലി ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇതൊന്നും ഇല്ലാണ്ട വലിയ ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങൾ നമ്മൾ തട്ടിവിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ കൃഷ്ണനെ കൊണ്ട് യാദവന്മാര് നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് യാദവന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടില് കുട്ടികളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്യിക്കുക. വീട്ടില് എന്തെങ്കിലും ചെറിയ പച്ചക്കറികള്, 2 വെണ്ടയുടെ തയ്യോ വഴുതനയുടെ തയ്യോ മുളകിന്റെ തയ്യോ ഒക്കെ വീട്ടിൽ നട്, അതിനൊക്കെയുള്ള സ്ഥലം ഉണ്ടാവും. എന്നിട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിന് വെള്ളം ഒഴിപ്പിക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അവരെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുക. ദിവസം അത്ര സമയമല്ലേ വേണ്ടു. അപ്പൊ അതിനെ ഇടയ്ക്ക് പോയിട്ട് അതിനൊന്ന് നോക്കുക, പരിപാലിക്കുക. ഈ മൊബൈലിൽ മാത്രം കളിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളത് മാത്രമാക്കി മാറ്റരുതേ. അപ്പൊ ആ ചെടികൾക്ക്, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും 2 വെണ്ടക്കായൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത, അപ്പൊ ഈ കൃഷി എന്നുള്ളത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ഇഴുകിച്ചേരുന്ന ഒരു പ്രകൃതം ഉണ്ടായിരിക്കണം. അപ്പൊ വീട്ടിലത് മുതിർന്ന ആളുകളും ആ കാര്യത്തിൽ കൊണ്ടുവന്ന്, കാരണം ഇതൊരു കൾച്ചറാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പൊ ആ ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തുടർന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് യാദവന്മാര്, കൃഷ്ണൻ നന്ദഗോപർ ആ സമയത്ത് അവിടുത്തെ പ്രമാണിയായിട്ടുള്ള ആളാണ്. നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള കൃഷ്ണന് പശുക്കളെ മേയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നാളെ നന്ദഗോപരുടെ പുത്രനാണ്, മകനാണ് എന്നുള്ള ഒരു പരിഗണനയൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ എല്ല് നുറുങ്ങുന്നത് വരെ അധ്വാനിക്കാൻ തയ്യാറുള്ള ആരാണോ അവന് മാത്രം ജീവിതത്തിൽ സുഖം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ ആളുകൾ തെക്ക് വടക്ക് നടക്കുന്നത്, എടുക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടാണ്, അല്ലേ? ജോലി ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ തെക്ക് വടക്ക് നടന്നിട്ട് അവസാനം ഒരു ജോലിയും കിട്ടാണ്ട് കേരളം വിട്ടിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടോ പുറത്തു പോയിട്ടുള്ള ആളുകൾ ഒരു മാനാപമാനങ്ങളും ഇല്ലാണ്ട് എന്തു പണിയെടുക്കാനും തയ്യാറാകുന്നുണ്ട്, കാശുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മനസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടാക്കിക്കൂടെ? അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മൾ അധ്വാനിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലിനും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാഞ്ഞിട്ടല്ലല്ലോ ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാനക്കാർ ഇവിടെ വന്നിട്ട് തെങ്ങുമ കയറാൻ വരുന്ന അവര് വേണമെന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. എന്തുകൊണ്ട്? ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല, ഇത് ഒരു ചെറിയ ഇഷ്യൂ അല്ല.
നമ്മൾ എന്തൊക്കെയോ മൂഢസ്വർഗത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്, നാളെ ഇവരാണ് നമ്മൾ എങ്ങനെയാവണം തീരുമാനിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെ വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലം കേരളത്തിലുണ്ട്. കാരണം അന്യ സംസ്ഥാന ആളുകൾ വന്ന് അവരുടെ കൺട്രോളിലാണ് അങ്ങനെയുള്ള സ്ഥലം. ഇതിന് ആര് വളം വെച്ചു കൊടുത്തു? ഇത് പല വിഷയങ്ങളും ഇങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഏതാണെങ്കിലും ശരി, എങ്ങനെയാണ് നമ്മൾ അധ്വാനശീലം വളർത്തേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഭാഗവതം എന്നുള്ളത് ഒരു ഭക്തിശാസ്ത്രം മാത്രമല്ലെങ്കിൽ തത്വചിന്തയ്ക്ക് മാത്രമുള്ളത് മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെടുന്ന ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റ് കൂടിയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ യാദവന്മാര് വർഷം തോറും ഒരു യാഗം നടത്താറുണ്ട്. അപ്പൊ ആ ജോലികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു യാഗത്തിനുള്ള വലിയ സംഭാരങ്ങൾ, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇവിടെ ഒരു അത്ര വലിയ ഒരു യജ്ഞമൊന്നുമല്ല നമ്മൾ ഈ പരിഹാര കർമ്മം 5-6 ദിവസമായിട്ട് ചെയ്യുന്ന. ഇവിടെ ഇപ്പൊ ഭാഗവത പാരായണ, അവിടെ ഇപ്പൊ നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തി, നാളെ തിലഹോമം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടല്ലേ. നോട്ടീസ് അടിക്കുന്നു, ആ ജനങ്ങളെ കാണുന്നു. കാരണം ഇതൊക്കെ നടത്തണമെങ്കിൽ സമ്പത്ത് വേണം, പണം വേണം. അപ്പൊ പലരെയും കാണുന്നു, നമ്മൾ പണം റെഡിയാക്കുന്നു, അതിനുള്ള വേദി തയ്യാറാക്കുന്നു. ഇതൊക്കെ കുറെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങും. അപ്പൊ ഇതുപോലെ ഈ യാദവന്മാരുടെ ഇടയിൽ ഒരു വലിയൊരു യജ്ഞത്തിനുള്ള സംഭാരങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് കൃഷ്ണൻ നന്ദഗോപർ അച്ഛനാണല്ലോ, നന്ദഗോപരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിക്കണം, അച്ഛാ എന്തൊക്കെയോ വലിയൊരു കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ടെന്നാണല്ലോ തോന്നുന്നത്. കണ്ടിട്ട് എന്തോ വലിയൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താ ഇതിന്റെ ഗുണം? നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണ്, എന്തിനാണ്? നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ഒരു 2 കാര്യങ്ങൾ, അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രവൃത്തിയാവട്ടെ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തിനാണിത് ചെയ്യണത്? ഏത് പ്രവൃത്തിയാണെങ്കിലും 2 ക്വസ്റ്റ്യൻ അതിൽ നമ്മൾ ചേർക്കുക. എന്താണ് ഈ ചെയ്യണ കാര്യങ്ങള്, ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ കാര്യം ചെയ്യണത്? നമ്മൾ ഈ ചോദ്യമൊന്നും ചോദിക്കാറില്ല. ചോദിച്ചാൽ ഉത്തരം കിട്ടാറില്ല. അത് വേറെ കാര്യം. മിണ്ടാണ്ടിരിക്കുക അവിടെ എന്ന് പറയും. ആദ്യം തന്നെ അതാ ഉണ്ടാവുക, അല്ലേ? ആവശ്യമുള്ള ചോദിച്ചാൽ പോരെ, കഴിഞ്ഞു. പിന്നെ ജമ്മത്തവൻ ചോദിക്കൂല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. അപ്പൊ കൃഷ്ണൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, യുക്തിവാദത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കൃഷ്ണൻ കാണിച്ചു തരുന്നത്. യുക്തി പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളോട് പറയണു, ജീവിതത്തിൽ നിങ്ങൾക്ക് വഴി തെറ്റാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും യുക്തി ആവശ്യമാണ്, സംശയം എന്നുള്ളത് ആവശ്യമാണ്. സംശയം ദൂരീകരിക്കുകയും വേണം. എന്തിലും സംശയിക്കുകയല്ല. ഒരു കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണൻ നന്ദഗോപരോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തോ ഒരു വലിയ കാര്യത്തിനുള്ള പുറപ്പാടാ തോന്നുന്നുണ്ട്. അപ്പൊ എന്താ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അറിവുള്ള ആളുകൾ പറഞ്ഞു തരുമ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങൾ പുതിയ ജനറേഷനിലുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ജ്ഞാത്വാ അജ്ഞാത്വാച്ച കർമാണി ജനോയം അനുതിഷ്ഠതി. പൊതുവെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ ആളുകൾ കർമ്മങ്ങൾ, പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഈ എന്താണ് ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് ബോധത്തോടു കൂടി ചെയ്യും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യണോ, ഇതൊക്കെ നമ്മൾ പരമ്പരയായിട്ട് ചെയ്തു വന്നതാണ് എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദുഷഃ കർമ്മസിദ്ധിത്യാസ്യാത് തഥാ ന അവിദുഷോ ഭവേത്. ഏത് രീതിയിലാണോ ഇത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധയുണ്ടാവും. മറ്റേ ആളുകൾക്ക് ചിലപ്പോൾ അത്രയും അതിന്റെ ഫലം, റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയണം. അപ്പൊ ഈ വിശ്വാസം പലതും അന്ധവിശ്വാസമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? വിശ്വാസങ്ങളെല്ലാം അന്ധമാണെന്നുള്ള, അല്ല ചിലര് പറയാറുണ്ട്, ഞാൻ അന്ധവിശ്വാസിയല്ല, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്. ശരിയാണല്ലോ. അന്ധവിശ്വാസം നല്ലതാണോ മോശമായിട്ടുള്ളതാണോ? എന്താ അഭിപ്രായം? അന്ധവിശ്വാസം ജീവിതത്തിൽ വേണോ വേണ്ടേ? വേണ്ടെന്നോ വേണമെന്നോ? വേണ്ട. വിശ്വാസങ്ങളെല്ലാം അന്ധാണ്. വിശ്വാസങ്ങളെല്ലാം അന്ധാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറുന്നു.
വിചാരിക്കുക. ഈ ട്രെയിൻ എവിടെങ്കിലും പോയി ഇടിക്കോ ഇല്ലയെന്ന് നമുക്ക് വല്ലതും ഉറപ്പുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും എന്ന് വിചാരിക്കുകയല്ല, നമ്മൾ വിശ്വസിക്കുക ചെയ്യണത്, അല്ലേ? അപ്പൊ നമ്മൾ ബസ്സിൽ കയറുന്നു, ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബസ്സിൽ കയറുന്നു. ഈ ബസ് ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ട്, ഇയാൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയും, നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഉറപ്പില്ല. നമ്മൾ വിശ്വസിക്കുകയാണ് ഇയാൾ നല്ല ഡ്രൈവറാണ്, നമ്മൾ വിശ്വസിക്കുന്നു. ബസ്സിൽ പോണ സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ആള് ഒരു വലിയ കൊള്ളക്കാരനോ അല്ലെങ്കിൽ കൊലപാതകിയോ ആയിട്ട് ഈ യാത്രയിൽ നമ്മുടെ പൈസ പോക്കറ്റ് അടിക്കുക അല്ലെങ്കിൽ നമ്മളെ ദേഹോപദ്രവം ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ചെയ്തെന്ത് ചെയ്യും? ചെയ്യില്ല എന്ന് വിശ്വസിച്ചിട്ട് അവിടെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ എടപ്പള്ളിയിലാണ് ഇന്നോ ഇന്നലെ മറ്റുണ്ടായിട്ടല്ലേ ഒരു ചാളക്കറിക്ക് 4000 ചില്ലറ വാങ്ങിച്ചത്. ഇവിടെയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനമാണ്. ഇവിടെ ഒരു ഹോട്ടലിൽ ചാളക്കറിയും കൂട്ടി എന്തോ ഭക്ഷണം കഴിച്ചതിന് 4000 ചില്ലറ ബില്ല് വന്നു. ലാസ്റ്റ് എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്കാന്ന് പറഞ്ഞിട്ട് ചർച്ചയുണ്ട്. എടപ്പള്ളിയിലുണ്ടായിട്ടുള്ളത് എന്തോ ഒരു ഹോട്ടലിന്റെ പേരും ഉണ്ടായി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലും ശരി, നമ്മൾ ഭക്ഷണം കഴിക്കണോ? ഈ ഭക്ഷണത്തിൽ വല്ല ഫുഡ് പോയ്സൺ നമുക്ക് ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ്? നമ്മൾ ഭക്ഷണം ടെസ്റ്റ് ചെയ്തിട്ടാണോ കഴിക്കുന്നത്? ഒന്നുമല്ല. നമ്മൾ എന്താ ചപ്പാത്തിയോ ബാക്കി എന്താ സാധനങ്ങൾ വാങ്ങിച്ചു കുഴപ്പമൊന്നും ഇല്ലാണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വാസങ്ങളൊക്കെ അന്ധം തന്നെയാണ്, അല്ലേ? വിശ്വാസങ്ങൾ ഏകദേശം എല്ലാം ഇങ്ങനെ തന്നെയാണ്. കാരണം നമുക്കത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വിശ്വാസമല്ല, അത് അറിവാണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് നോളേജാണ്, അറിവാണ്. അവിടെ പിന്നെ വിശ്വാസം എന്നുള്ളതല്ല, അത് അറിവാണ്. തീയിൽ തൊട്ടാ പൊള്ളും എന്നുള്ളത് വിശ്വാസമല്ല, അത് തൊട്ട അറിവാണ്, അല്ലേ? തീയിൽ തൊട്ടാ പൊള്ളും, തൊട്ടിട്ട് പൊള്ളിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അറിവാണ്. അവിടെ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. നീ വിശ്വസിക്കണം കേട്ടോ, തീയിൽ തൊട്ടാ പൊള്ളും ആരെങ്കിലും പറയാറുണ്ടോ? വിശ്വസിക്കണേ, വിശ്വസിക്കേണ്ട കാര്യമില്ല. സംശയം ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. മറ്റത് നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിമാനത്തിൽ കയറി പോകണു, ഈ വിമാനം താഴെ വീഴുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് വീഴില്ല എന്നങ്ങോട്ട് വിശ്വസിക്കുക. അപ്പൊ ജീവിതത്തിലെ ഈ വിശ്വാസങ്ങൾ ആവശ്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ശുദ്ധമായിട്ടുള്ള കളവാണ് പറയുന്നത്. ആ വിശ്വാസങ്ങൾ അന്ധമാണ്. ഇത് ജീവിതത്തിന് ഒരു പരിധി വരെ ആവശ്യമാണ്. പക്ഷെ ഈ വിശ്വാസങ്ങളുടെ പേരിൽ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും അതൊരു പരിധി വിട്ട് അനാചാരങ്ങളിലേക്ക് പോകുമ്പോഴാണ്. ഒരു യുക്തി കൊണ്ടും നമുക്ക് ഇത് രണ്ട് തരത്തിലാണ്, ഒന്ന് പോസിറ്റീവായിട്ടുള്ളത്, ഒന്ന് നെഗറ്റീവായിട്ടുള്ള. അന്ധവിശ്വാസങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ വിശ്വാസങ്ങള് ഒരു പരിധി വിട്ടു പോണ സമയത്ത് നമ്മുടെ യുക്തി കൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ പിന്തുടർന്ന് വരുന്ന സാധനങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങളും അത് അനാചാരങ്ങളുമായിട്ട് മാറുക. സമൂഹത്തിൽ അങ്ങനെ അനവധി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങള് നമ്മൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ജ്ഞാത്വ അജ്ഞാത്വാച്ച കർമാണി. അപ്പൊ എപ്പോഴും നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ശരി, അത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്താണ് ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണതെന്ന്. അപ്പൊ മനസ്സിലാക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ് പിന്നീട് ഈ ആചാരങ്ങൾ പോയി അനാചാരങ്ങളായിട്ട് മാറണത്. ഒരു കാലത്ത് ആചാരങ്ങളായിരുന്നു, ആ ആചാരങ്ങൾ അതേപടി പിന്തുടരുകയാണ്. കാലം മാറി, അവസ്ഥകൾ മാറി, ഇന്ന് അതിന് ഒരു പ്രസക്തി ഇല്ലെങ്കിൽ നിയമങ്ങളും ചിട്ടകളും മാറ്റാൻ പറ്റില്ല എന്ന് പറയും. ഇതാണ് പിന്നീട് ഒരു കാലത്തെ ആചാരങ്ങൾ പിന്നീട് അനാചാരങ്ങളായിട്ട് മാറാം. അതിനൊരു ദൃഷ്ടാന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് പൂജ നടത്തിയതായിട്ടുള്ളൊരു കഥയുണ്ട്. പൂജയല്ല, ശ്രാദ്ധം നടത്തിയൊരു കഥ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയൊരു തറവാട്ടില്, അവിടെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഉള്ളതായിട്ടുള്ള വലിയൊരു തറവാടായിരുന്നു. അപ്പൊ ആ തറവാട്ടില് വർഷം തോറും ഒരു ശ്രാദ്ധം നടത്താറുണ്ട്. അപ്പൊ ഈ ശ്രാദ്ധം നടത്തുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൂടും. അങ്ങനെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ. അപ്പൊ അവിടെയുള്ള മക്കളും പല ഭാഗത്താണെങ്കിൽ കൂടിയിട്ട് ആ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. അവിടെ വെച്ചാൽ ഒരു ഗെറ്റ് ടുഗദറും കൂടിയാണ് ആ പരിപാടി. എല്ലാവരും ഒരുമിച്ച് കൂടുക, പരസ്പരം പരിചയപ്പെടുക ഒക്കെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ വിസ്തരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. വലിയ ആസ്തിയുള്ളൊരു തറവാടായിരുന്നു. അപ്പൊ ആ തറവാട്ടിലെ ഒരുപാട് ജീവികൾ, ഈ പശുവുണ്ട്, മറ്റു ജീവികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു പൂച്ചയും അവിടെ ഉണ്ട്, നല്ല പൂച്ച കുടുംബമുണ്ട്.
തറവാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് വലിയ ഉത്സാഹമായിരിക്കും അല്ലെ. നമ്മൾ പുതിയ ഈ കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വലിയ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയ സന്തോഷമായിട്ട് ഒന്ന് അങ്ങോട്ട് നടക്കും, ഒന്ന് ഇങ്ങോട്ട് നടക്കും. മെയിനായിട്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് 4 പേരെ കാണിക്കണം, ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമല്ല. കാരണം അവരുടെ ഒരു സന്തോഷമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു 10 പേര് കൂടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിങ്ങനെ തേരാപ്പാരം നടക്കുന്നതാണ്. അത് നടക്കുന്ന സമയത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ വാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കൊടി പോലെ പിടിച്ചിട്ടേ നടക്കുള്ളൂ. എന്നിട്ട് ആ വാല് കൊണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് തട്ടിയിട്ടൊക്കെ നടക്കും എന്നുള്ളതാണ്. കാരണം അത് അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പൊ എല്ലായിടത്തും ഞാനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് പൂച്ചയും. നമ്മുടെ ഓരോരുത്തർ കാണിക്കുന്നത് പോലെയാണ്. അപ്പൊ ഇതുപോലെ ഒരു പൂച്ച അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ വേണ്ടപ്പെട്ട പൂച്ചയാണ്. അപ്പൊ ഈ പൂച്ച എല്ലാറ്റിലും നടക്കും. വീട്ടിലെ കാരണന്മാർ നടക്കും പോലെയാണ് ഈ പൂച്ചയുടെ ദൃഷ്ടിയിൽ പൂച്ചയാണ് അവിടുത്തെ കാരണവർ. അപ്പൊ അതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് ഇതൊക്കെ ശരിയല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് മണപ്പിച്ചു നോക്കും. അപ്പൊ ഈ ശ്രാദ്ധത്തിനാണെന്നുണ്ടെങ്കിൽ വസ്തുക്കളൊക്കെ നല്ല ശുദ്ധിയുള്ളത് വേണം. ഇതൊന്നും പോയിട്ട് ഇങ്ങനെ മണപ്പിച്ചു നോക്കുക, തൊട്ട് കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല, അത് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഉപായം കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രാദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അതിന്റെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പൂച്ചയെ പിടിച്ചൊരു കൊട്ടക്കടിയിലാക്കി വെക്കും. എന്നിട്ട് അതിന് തിന്നാൻ എന്തെങ്കിലും അതിന് ഇഷ്ടമുള്ള സാധനം കൊടുക്കും. അപ്പൊ പൂച്ചയും ഹാപ്പി, മറ്റുള്ളവരും ഹാപ്പി. അവർക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് തടസ്സമൊന്നുമില്ല. പൂച്ച അവിടെ ഇരിക്കും, പൂച്ചയ്ക്ക് അറിയാം. അപ്പൊ അങ്ങനെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. കാലം കുറെ കഴിഞ്ഞു. തറവാട്ടിലെ കാരണവരും മറ്റുള്ള ജനറേഷനൊക്കെ 2-3 മാറി വന്നു. ഈ കർമ്മങ്ങൾ നടത്തിച്ചിരുന്ന ഒരാളുണ്ട്, അയാളും മാറി വന്നു. അങ്ങനെ ഈ കാലങ്ങളൊക്കെ മാറി വന്ന് ഈ തറവാട്ടിൽ പൂച്ചകൾ ഇല്ലാണ്ടായി. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാമല്ലോ. പൂച്ചകൾ ഇപ്പൊ ആ തറവാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ഒരു അഭിനവ കാരണവരാണ് ആ തറവാട്ടിൽ. ഒരു തറവാട്ടിൽ കാരണന്മാരുണ്ടാവും അല്ലേ, വലിയ കേമായിട്ടുള്ളൊരു മുണ്ടൊക്കെ ഇട്ടിട്ട് വലിയ. ഈ കാരണന്മാർക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ വേണം. നല്ല വലിയ കസേരയിലേ ഇരിക്കൂ, 4 ഭാഗമൊക്കെ നോക്കും, മുഖത്ത് എപ്പോഴും ഗൗരവമായിരിക്കും, അങ്ങനെ അനാവശ്യമായിട്ട് ചിരിക്കാനൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്. നല്ലൊരു കാരണവരുടെ ഒരു പ്രൗഢി ഉണ്ടാവണ്ടേ. അപ്പൊ ആ ചെല്ലത്തൊന്ന് ഇതൊക്കെ എടുത്തൊന്ന് മുറുക്കി കാര്യമായിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാറ്റിനും ഒരു സാധനവും അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇങ്ങനെയാണല്ലോ പലയിടത്തുള്ള ഈ കാരണന്മാർ നോക്കിക്കഴിഞ്ഞാൽ സകല കോടാലിത്തരും കയ്യിലുണ്ടാവും. പരിപാടി അലമ്പാക്കാനുള്ള സകലതും കയ്യിലുണ്ട്. ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് നേരെ എല്ലാം പഠിച്ചു വന്നതുപോലെ എന്നുള്ളതാണ് വിചാരം. കിഴക്കോട്ട് തിരിയിടണോ പടിഞ്ഞാട്ട് തിരിയിടണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലും അറിയൂല. അതാണ് വ്യത്യാസം. നമുക്ക് അങ്ങനെയുള്ളൊരു ഗുണങ്ങളൊക്കെ ഉണ്ട്. അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കാരണവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കാരണവര് അവിടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠിച്ച ഇത് ചെയ്യാൻ വന്നതായിട്ടുള്ള പുതിയൊരു പയ്യനാണ്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, എന്നാൽ നമുക്ക് നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാം, എല്ലാവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രാദ്ധം തുടങ്ങാം എന്ന് പറയണം. അപ്പൊ കാരണവരുടെ മുഖത്ത് സ്വതസിദ്ധമായിട്ടുള്ള ഗൗരവം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒക്കെ ഇങ്ങനെ വന്ന് എന്നാ തുടങ്ങാം എന്ന് പറയുന്ന സമയത്ത് കാരണവർ അതുവരെ മിണ്ടില്ല. അങ്ങനെയാണുള്ള ഇവരുടെ ഒരു സ്വഭാവം. ഈ കല്യാണത്തിനൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാരണന്മാരെ നമുക്ക് കാണാം, അതുവരെ മിണ്ടില്ല. എന്നിട്ടാണ് അവിടെ ബഹളം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അതേ ഗ്രൂപ്പിൽപ്പെട്ട കാരണവരായ നിൽക്കട്ടെ, തുടങ്ങാൻ വരട്ടെ എന്ന് പറയാണ്. ഇങ്ങനെയാണോ ശ്രാദ്ധം ചെയ്യുക എന്ന് ചോദിച്ചു കാരണവര്. ഇങ്ങനെയാണോ ശ്രാദ്ധം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, ആദ്യം ഇതാണോ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ വന്ന പയ്യൻ പുതിയതായിട്ട് വന്നതാണ്. അയാൾ പഠിച്ചു വന്നിട്ട് അധികമായിട്ടുള്ള ആ ഒരു പരിഭ്രമം ഉണ്ടാവുമല്ലോ. അത് കണ്ടപ്പോ ഈ പയ്യനാകെ പരിഭ്രമായി. 4 ചാട്ടം ഈ കാരണവരും. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ പോയി ശ്രാദ്ധം? ഞാൻ പഠിച്ചു വന്നത് ഇങ്ങനെയാണല്ലോ, അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇത് തുടങ്ങാൻ പോവാണ്. തന്നെ ആരാടോ പഠിപ്പിച്ചു വിട്ടതെന്നാ ചോദിക്കുന്നത്. ആകെ പരിഭ്രമായി. ഇങ്ങനെയാണോ ശ്രാദ്ധം ചെയ്യുക? ശ്രാദ്ധം ഇവിടെ ഈ തറവാട്ടിൽ ഇങ്ങനെയാണോ ചെയ്യാറുള്ളതെന്ന് ചോദിക്കുകയാണ്. അയാൾ ആകെ പരിഭ്രമിച്ചു. പൂച്ചയെ മൂടിയോ എന്നാണ് ചോദിക്കുന്നത്. ശ്രാദ്ധം ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് പൂച്ചയെ മൂടുകയല്ലേ, താൻ അത് ചെയ്തു എന്നാണ്. അപ്പോഴാണ് വേറെ ഒരുത്തൻ ഓടിക്കതച്ച് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വലിയ മാമ വിഷമിക്കണ്ട, പിടിക്കാൻ ആള് പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും എന്നുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രാദ്ധത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ പൂച്ചയെ മൂടിയിട്ടേ ശ്രാദ്ധം തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തറവാട്ടിൽ പൂച്ചയില്ല. അപ്പൊ 4 പേര് പോയിരിക്കുകയാണ്. അവിടുന്ന് എവിടെന്നെങ്കിലും ഒരു പൂച്ചയെ പിടിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ കൊടുങ്ങല്ല് ഒരു കോഴിക്കല്ല് മൂടുക എന്നുള്ളതൊക്കെ പറഞ്ഞ പോലെ ഒരു ചടങ്ങായി മാറി. ഇപ്പൊ പൂച്ചയെ കൊട്ടയിലിട്ടിട്ട് ശേഷം ഇവിടെ തുടങ്ങാൻ, എന്നാലേ കാരണന്മാര് തൃപ്തിയാവൂ എന്നുള്ളതാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു മണ്ഡലകാലത്ത് ഗുരുവായൂർ അല്ലെ, നമുക്ക് ഭക്തി കൂടുന്ന ഒരു കാലമാണ് മണ്ഡലകാലം.
മാലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ദിവസം കുറി വരയ്ക്കാൻ 1 പാക്കറ്റ് ഭസ്മം വേണമെന്നുള്ളതാണ്. അമ്മാതിരി വരച്ചു കളയും. മാല ഊരിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഭസ്മം കാണാൻ അടുത്ത മണ്ഡലകാലത്തെ കാണുള്ളൂ. ദിവസവും കുളി കഴിഞ്ഞാൽ ഒരു കുറിയെങ്കിലും വരയ്ക്കണം എന്നുള്ളതാണ്. ഭസ്മം കൊണ്ടൊരു കുറി വരയ്ക്കുമ്പോഴാണ് നമ്മൾ എന്ത് നാമം ജപിക്കുമ്പോഴും അതിനൊക്കെ ഫലം ഉണ്ടാവണത്. അപ്പൊ ആ ഒരു കുറിയെങ്കിലും വരയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും ഇതുപോലെ ഭക്തി മൂക്കുന്ന ഒരു ഗുരുവായൂർ അല്ലെങ്കിൽ മണ്ഡലകാലത്തുള്ള ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് അമ്പലത്തിലും നമുക്ക് ധൈര്യമായിട്ട് പോവാം. എവിടെ പോയാലും സ്വാമി ശരണയ്യപ്പ എന്ന് വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. സുബ്രഹ്മണ്യനായാലും കുഴപ്പമില്ല. ചിലപ്പോൾ അകത്തിരിക്കുന്ന ഏതാ സാധനം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അതിനാണ് പലയിടത്തും ബോർഡ് ഒന്നാമത് നമുക്ക് തന്നെ പരിചയം. ആർക്കാ അറിയാം ഗണപതിയുടെ കയ്യിൽ എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളതെന്ന്? ആർക്കെങ്കിലും അറിയോ? വലിയ പിടിയൊന്നുമില്ല. ആകെ ഗണപതിയാണെന്ന് തിരിച്ചറിയണ മറ്റേ തുമ്പികൈ കണ്ടിട്ടാണ് നമ്മൾ അറിയണത്, ഏകദേശം ഷെയ്പ്പും ബാക്കിയൊക്കെ, അല്ലാണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഗുരുവായൂര് ഒരു ഗുരുസ്വാമിയും കുറെ ശിഷ്യന്മാരും കൂടി വന്നു. അപ്പൊ എല്ലാവരും വലിയ ഭക്തിയാണല്ലോ. അങ്ങനെ അവിടെ അയ്യപ്പന്റെ അവിടെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഗംഭീരമായിട്ട് തൊഴുകയാണ്. വലിയ ഭക്തിയുടെ ഉത്തുംഗതയിൽ നിന്നിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ദീപാരാധന ഇങ്ങനെ നടക്കുകയാണ്. അവിടെ എല്ലാവരും നിന്ന് തൊഴുതുണ്ട്. മുമ്പിൽ ഗുരുസ്വാമിയുണ്ട്, പുറകിലൊരു 10-25 ശിഷ്യന്മാരുണ്ട്, ശിങ്കടി സ്വാമിമാര് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കർപ്പൂരമൊക്കെ അവിടെ ദീപാരാധന നടത്തിയ കർപ്പൂരം മുമ്പിൽ വെച്ചു കൊടുത്തു. അപ്പോൾ നല്ല തിരക്കാണ്. ഇതിലിടയ്ക്കാണ് മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഗുരുസ്വാമി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒരു കാര്യം കണ്ടു. അവിടെ ദീപസ്തംഭത്തിൽ ഒന്ന് തൊട്ടു, കയ്യുമ്പിൽ എണ്ണയായി. സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് തലയിൽ അങ്ങനെയാണല്ലോ എണ്ണയായാൽ അവിടെ എന്ത് ചെയ്യാം, തുടയ്ക്കും എന്നുള്ളതാണ്. അതിനാണല്ലോ ചിലർക്കാണെന്ന് അതിനുള്ള ഭാഗ്യമില്ല. കാരണം ഉള്ള തലമുടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും അങ്ങനെ എവിടെ ഉള്ള സ്ഥലത്ത് തുടച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുമ്പിലുള്ള ഗുരുസ്വാമിജി പോയി, പുറകിൽ വന്ന ആള് എണ്ണയിൽ ദീപസ്തംഭത്തിൽ തൊട്ടു, സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞു. ഈ വന്ന 25 പേരും ദീപസ്തംഭത്തിൽ തൊട്ടു, തലയിൽ വെച്ചു വന്നു. അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, മുമ്പിൽ പോയിട്ട് ചിലടത്ത് പടിയുമ്പിൽ തൊട്ട് നെറുകിൽ വെച്ചിട്ട് കയറും, ചിലടത്ത് അവിടെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടലപ്പടിയിൽ തൊട്ട് നെറുകിൽ വെച്ചു. അതിനെന്താ പ്രമാണം? മുമ്പിലുള്ള ആള് ചെയ്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുരുസ്വാമി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ട് ഇങ്ങനെ കറങ്ങി പാറി വന്നിട്ട് നേരെ ആ ദീപസ്തംഭത്തിലേക്ക് അങ്ങോട്ട് വീണു. നല്ല ചൂടായി നിൽക്കണ എണ്ണയല്ലേ. ആ വണ്ട് അങ്ങോട്ട് വീണപ്പോ അദ്ദേഹത്തിന് ഗുരുസ്വാമിക്ക് ഒരു മനസ്സലിവ് തോന്നിയിട്ട് വേറൊന്നും കിട്ടിയില്ല, കൈകൊണ്ട് തന്നെ ഇതിനെ തോണ്ടിയിട്ടതാണ് സംഭവം. എണ്ണ ചൂടുണ്ടായിരുന്നോണ്ട് വിരലങ്ങോട്ട് തട്ടിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ഓർക്കാമ്പുറത്ത് വന്നാണ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പുറകിൽ നിൽക്കണവരിതൊന്നും കണ്ടില്ല. അവര് വിചാരിച്ചു ഇവിടെ തൊഴുമ്പോ ഇതാണ് ദീപസ്തംഭത്തിന് തൊഴുക എന്നുള്ളതാണ്. അപ്പൊ തൊട്ടു തലയിൽ വെച്ചു. ഇതുപോലെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു ചെറിയ ക്ഷേത്രമാണ്. അപ്പൊ ചെറിയ ക്ഷേത്രത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരിങ്ങനെ പോകുന്നുണ്ട്, പരിചയമില്ലാത്ത ആളുകളൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ മുമ്പിൽ പോയ ഒരാൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഗണപതിയുടെ ഒരു അമ്പലമുണ്ട്. അത് കയറിയിട്ട് വേണം ഗണപതിയുടെ ശ്രീകോവിലിന്റെ അവിടേക്ക് പോകാൻ. അപ്പൊ പഴയതായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കണ്ടറിയാം, ഉയരം കുറഞ്ഞ കട്ടിലയായിരിക്കും ഉണ്ടാവുക, വാതിലിന്റെ കട്ടില. അപ്പൊ വന്ന ആളിത്തിരി ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ട് ശ്രദ്ധിക്കാണ്ടാണ്ട് പോയ സമയത്ത് നേരെ ടിം എന്ന് പറഞ്ഞിട്ട് തലയടിച്ചത് കട്ടിലയുടെ മുകളിലാണ്. ഓ അമ്മേ, അത് എന്താണെങ്കിലും 4 ആളുടെ ഇടയിൽ ഒരു ഉഴിച്ചിൽ ഒഴിയും. എന്നിട്ട് പതുക്കെ അങ്ങനെ പോയി, എന്നിട്ട് ഗണപതിയെ തൊഴുത് വന്ന് അപ്പുറത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നല്ല ഇടി അടിച്ചിട്ടുള്ളതേ. അപ്പോഴാണ് അദ്ദേഹം ഈ ഏറ്റവും സുഖമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒഴിയുമ്പോൾ ഒരു നല്ല സുഖം ഉണ്ടാവും, നല്ല സുഖം. ഇനി സംശയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് ഇടിച്ചിട്ട് ഒഴിഞ്ഞു നോക്കിയാൽ മതി, അപ്പം അറിയാം. അപ്പോൾ ഏതാണെങ്കിലും ഈ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്വാമിജി സ്വാമി ഒന്നും അങ്ങോട്ട് നീങ്ങിയിരിക്കും സ്വാമി എന്ന് പറഞ്ഞു. എന്ത് സംഭവം, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് അദ്ദേഹം പോരുന്നതാണ്. സ്വാമി ഒന്നും അങ്ങോട്ട് നീങ്ങിയിരിക്കും പറയുമ്പോഴേ ഇപ്പുറത്ത് ഇരിക്കാൻ വേണ്ടി കുറെ ആളുകൾ വന്ന് നിൽക്കുകയാണെന്നുള്ളതാണ്. അതെന്താ കഥ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് വരുന്ന ആളുകളൊക്കെ കട്ടിലയിൽ പിടിക്കണോ, തല അവിടെ മുട്ടണോ. അപ്പോഴാണ് ഉയരം കുറഞ്ഞ ഒരാളുടെ ചാടിയിട്ട് അവിടെ തല മുട്ടിക്കുക എന്നുള്ളതാണ്. കാരണം ഗണപതിയെ തൊഴണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഘ്നങ്ങൾ പോണ്ടേ, മുട്ടറക്കുക എന്നുള്ള പോലെ തല അവിടെ മുട്ടുകയാണേ. മുട്ടിയിട്ട് വേണം ഇവിടെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്ന് ഒഴിഞ്ഞ് അപ്പൊ പ്രാർത്ഥിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ ഈ അല്ലെ ചിലപ്പോൾ കണ്ടിട്ടില്ലെന്ന്, അതൊന്നും വേണ്ട, നമ്മളൊക്കെ ചെയ്യാറുള്ള സാധനമാണ്. ഭണ്ഡാരത്തിൽ കാശ് ഇടുമ്പോൾ ഒരു 7 ഒഴിച്ചിലെങ്കിലും ഒഴിഞ്ഞിട്ട് ഇടാറില്ലേ? ചിലത് ഇടുന്നത് 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ, ഒഴിച്ചിൽ കണ്ടാൽ വിചാരിക്കും 50,000 ഇടണ മാതിരിയാ ഒഴിയ. ഇത് എവിടുന്ന് വന്നിട്ടുള്ളതാ? ഒന്നുമില്ല, ആരോ ചെയ്യണ് കണ്ടു നമ്മളും ചെയ്യണം, അത്രയേ ഉള്ളൂ.
ഇങ്ങനെയാണ് പല കാര്യങ്ങളും പോകുന്നത്. അപ്പൊ ഏതാണെങ്കിലും അതാണ് ജ്ഞാത്വാച്ച കർമാണി. അപ്പൊ അറിഞ്ഞ് എന്താണ് ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള മുതിർന്ന ആളുകൾ പറഞ്ഞു തന്നാലല്ലേ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞു തന്നാൽ നന്നായി എന്ന് പറയാണ് ചെയ്യണത്. അപ്പോൾ നന്ദഗോപര് അതറിയാവുന്ന ആളായതുകൊണ്ട് നന്ദഗോപര് പറഞ്ഞു, ഉണ്ണി നന്നായി, ഇങ്ങനെ വേണം ചോദിക്കാൻ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും വലിയ ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് പറയണം, ഉണ്ണി നമ്മളൊക്കെ ഈ പശുക്കളെ കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ലേ, നമ്മുടെ സമ്പത്ത് പശുക്കളാണ്. അപ്പൊ ഈ പശുക്കള് നന്നായി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാവൂ. കാരണം പശു ആരോഗ്യത്തോടു കൂടി ഇരുന്നാലേ പശുവിൽ നിന്ന് പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പശു നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പശുവിന് പുല്ലും വെള്ളവുമാണ് കൊടുക്കാനുള്ളത്. അപ്പൊ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാലേ ഈ പുല്ലും വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ മഴയുടെ ദേവതയാണ് വരുണൻ, മഴയുടെ ആളാണ് ഇന്ദ്രൻ. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെയും കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ മഴയുടെ മൊത്തം ചുമതല ഇന്ദ്രനാണ്. അപ്പൊ ആ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു യാഗം ചെയ്യുന്നത്. അപ്പൊ യാഗം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ നമ്മളും ചിലതൊക്കെ മണിയടിച്ച് സന്തോഷിപ്പിക്കാറുള്ളത് പോലെ ഈ മണിയല്ല. അപ്പൊ അതുപോലെ ഈ ഇന്ദ്രനെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ കൃത്യസമയത്ത് മഴയൊക്കെ പെയ്യും. അപ്പൊ നമ്മളും നമ്മുടെ കാര്യങ്ങൾ നടത്താം, ആളും ഹാപ്പി, നമ്മളും ഹാപ്പി. അതുകൊണ്ടാണ് എന്ന് പറയാം. അപ്പോ ഈ ഭഗവാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം ഈ ഭഗവാൻ ഇതൊന്നും മുടക്കണം എന്ന് ആഗ്രഹമില്ല. പക്ഷെ ഭഗവാൻ അറിയാം ഈ ഇന്ദ്രന് ചെറിയൊരു അഹങ്കാരം വന്നിട്ടുണ്ട്. ഒരു ദിക്പാലനായിട്ടുള്ള ഒരാളാണ് ഇന്ദ്രൻ. ഈ ഇന്ദ്രന് ചെറിയൊരു അഹങ്കാരം വന്നിട്ടുണ്ട്. ആ ഇന്ദ്രദർപ്പം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ഒരു ലീലയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ചില ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അച്ഛാ, എനിക്ക് ചില സംശയങ്ങൾ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ണി ചോദിച്ചോളൂ, സംശയം ചോദിക്കുന്ന എന്തിനാ, നല്ലതല്ലേ എന്ന് ചോദിക്കാം. മടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചോദിച്ചോളൂ. അല്ല, എന്ത് കാര്യത്തിനാണ് നമ്മൾ ഇന്ദ്രനെ പൂജിക്കണത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്ദ്രൻ മഴയുടെ അധിപതിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ മഴയുടെ അധിപതിയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രന്റെ ജോലിയല്ലേ കൃത്യമായിട്ട് എല്ലാവർക്കും മഴ പെയ്യിച്ച് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അയാളുടെ ജോലിയല്ലേ. അപ്പൊ ആ ജോലി പ്രത്യേകം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈക്കൂലി കൊടുക്കുന്ന ഒരു കാര്യമല്ലേ ഇത്, അല്ലേ? അപ്പൊ നമ്മൾ സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഗവൺമെന്റിന് ശമ്പളം കൊടുത്തിട്ട് അവിടെ വെക്കുന്നത്, ആ വെക്കുന്ന ആളെ കൊണ്ട് നമ്മളാണ് ഈ കൈക്കൂലി വാങ്ങിപ്പിക്കുന്ന ശീലം ഉണ്ടാക്കിക്കണത്. കാരണം 4 പ്രാവശ്യം നമുക്ക് നടക്കാൻ മടിയാണ്. അപ്പൊ ഒറ്റ പ്രാവശ്യം തന്നെ അല്ലെ ചെറുതായിട്ട് കൊടുത്തു, 2 പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെയായി മാറും. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രൻ അതിന്റെ ആളാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രന്റെ ഡ്യൂട്ടിയാണ് കൃത്യസമയത്ത് മഴ പെയ്യിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ യാഗം ചെയ്യണത് എന്നുള്ളതാണ് ചോദ്യം. ഇനി വേറൊരു കാര്യം ചോദിക്കാം. അല്ല, ഈ യാഗം ചെയ്താലാണ് മഴ പെയ്യണതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പർവ്വതങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്, ആര് യാഗം ചെയ്തിട്ടാണ്? എത്രയോ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് ആരും യാഗം ചെയ്തിട്ടല്ല. കടലിൽ മഴ പെയ്യുന്നുണ്ട്, പർവ്വതങ്ങളിൽ കാടുകളിൽ മഴ പെയ്യുന്നുണ്ട്. അതൊന്നും ആരും യാഗം ചെയ്തിട്ടല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉഷ്ണ സമയത്ത്, അതായത് വായു ചൂടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ജലം നീരാവിയായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണു. അങ്ങനെയാണ്, അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അപ്പൊ ആ രീതിയിൽ മഴ പെയ്യണതിന് നമ്മൾ എന്തിനാണ് ഇന്ദ്രനെ പൂജിക്കേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മൂന്നാമത്തേതായിട്ടുള്ളൊരു ഇത് പറഞ്ഞാൽ കർമ്മവാദം എന്ന് പറയും. ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലങ്ങളാണ്, അല്ലെ? നമ്മൾ ചെയ്തതിന്റെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളം കിട്ടാൻ യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചിരിക്കും, വെള്ളം കിട്ടിയിരിക്കും. എന്തിന്റെ ആസ്പദമായിട്ടാണ് നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ കർമ്മത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലോ പശുക്കളെ പാലിക്കുന്നതാണ് നമ്മുടെ ജോലി. അപ്പൊ ആ പശുക്കളെ നന്നായിട്ട് പാലിക്കുക എന്നുള്ളതായിട്ടുള്ള സ്വന്തം കർമ്മം വേണ്ട രീതിയിൽ ചെയ്യുക, അതല്ലേ വേണ്ടത്. അല്ലാതെ ഇന്ദ്രനെ പോയിട്ട് പൂജിക്കുകയാണോ വേണ്ടത്? നമ്മൾ നമ്മുടെ പണി ചെയ്യണോ, ഇന്ദ്രൻ ഇന്ദ്രന്റെ പണി ചെയ്യണോ? അതല്ലേ വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓരോ കാര്യത്തിന് പോയിട്ട് നമ്മൾ പൂജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവോ എന്ന് ചോദിക്കുകയാണ്. വയം ഗോവൃത്തയ, നമ്മൾ പശുക്കളെ നോക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രനെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇന്ദ്രനാണ് മഴ പെയ്യിക്കണതെന്ന്
പറഞ്ഞു കേട്ടു എന്നല്ലാണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്? പക്ഷെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് മഴ പെയ്യിക്കുന്ന ഒരാളുണ്ട്, നമ്മളെ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരാള് പ്രത്യക്ഷ ദൈവമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗോവർദ്ധനല്ലേ അതുള്ളത്? കാരണം കാർമേഘങ്ങൾ വരുന്നതും ഈ വലിയതായിട്ടുള്ള ഗോവർദ്ധനത്തിൽ തട്ടിയിട്ട് ഇവിടെ മഴ പെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തിനല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള യുക്തികളെ കൊണ്ട് നന്ദഗോപരോട് പല ചോദ്യങ്ങളും ചോദിച്ച സമയത്ത് നന്ദഗോപർക്ക് ഉത്തരം ഉണ്ടായില്ല. ആ നന്ദഗോപർക്ക് ഈ കൃഷ്ണനെ കുറെ കാലമായിട്ട് അറിയാം, എന്തൊക്കെയോ ഒരു സംഭവമാണെന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണി നീ പറഞ്ഞതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ശരിയാണ്, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാനില്ല എന്നുള്ളത് എപ്പോഴും ഒരാളുടെ അഭിപ്രായം കേട്ട് അതുപോലെ എടുത്തു ചാടരുത്, നമ്മളൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുണ്ട്. കാരണം ലോകത്ത് ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് അഭിപ്രായം പറയുക എന്നുള്ളത്, അല്ലെ? ആർക്ക് കയറിയിട്ടും പറയാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് വന്നപ്പോ നമുക്ക് പറയാം, ഈ പരിപാടി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പരിപാടി, നമ്മുടെ നാട്ടിലൊരു പരിപാടി ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? വഴി പോണ ആർക്കും അഭിപ്രായം പറയാം. ജമ്മത്ത് ഈ വഴിക്കൊന്ന് കേറാത്ത ടീമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ടീമുകളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ കാണാം. ഇതിന് വേണ്ടിയിട്ട് 4 ദിവസം കഷ്ടപ്പെട്ട് നടന്നു നോക്കണം. അപ്പൊ അറിയാം ഇത് ഇങ്ങനെങ്കിലും നടത്താനുള്ള ബുദ്ധിമുട്ട്. ഇത് മറ്റതിന് ചെലവില്ലേ. അപ്പൊ അഭിപ്രായം പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല. ആ അഭിപ്രായം പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ നന്ദഗോപരുടെ ആളുകളോടൊക്കെ കൂടി ആലോചിച്ചു, കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ എന്ന് എല്ലാവരും കൂടി ഒരു പൊതു സമ്മതി കിട്ടിയ സമയത്ത് ഇന്ന് നമുക്ക് ഗോവർദ്ധനത്തെ പൂജിക്കാം എന്നുള്ള തീരുമാനമായി. അപ്പൊ ചില ആളുകൾ അതിൽ ചോദിച്ചു, അല്ല ഇനി ഇന്ദ്രന് പൂജ മുടക്കിക്കഴിഞ്ഞാൽ, ഇന്ദ്രനെ എന്തെങ്കിലും വിഷമുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ദ്രൻ കോപിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിൽ കൃഷ്ണനോടാണല്ലോ ചോദിക്കേണ്ടത്. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനും ഗോവർദ്ധനം ബാധ്യസ്ഥനാണെന്നുള്ളതാണ്. അതാണ് കോൺഫിഡൻസ്, അല്ലാതെ ഉള്ളൊരു കാര്യമല്ല. നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് ഉറപ്പുള്ള വിശ്വാസം. അങ്ങോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മളെ രക്ഷിക്കാനും ബാധ്യത ഗോവർദ്ധനത്തിനുണ്ട് എന്നുള്ളത് കൃഷ്ണൻ പറയുകയാണ്. ആ ഉറപ്പ് കിട്ടിയപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനില്ല. എന്നിട്ട് പിന്നെ ഗംഭീരമായിട്ട് ഒരു ഗോവർദ്ധന പൂജ നടത്തുകയാണ്. അതിവിശേഷമായിട്ടുള്ള ഗോവർദ്ധന പൂജ നടത്തി. അപ്പൊ ആ ഗോവർദ്ധനേശ്വരന്റെ രൂപത്തിൽ ഭഗവാൻ തന്നെ ആ കൊടുത്തതായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പായസവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ചോദിച്ചു, പലരും പറയുന്നുണ്ട്, കണ്ടോ ഗോവർദ്ധനേശ്വരർ ഇതൊക്കെ വന്ന് കഴിക്കണു. നമ്മളിപ്പോ വലിയ പാൽപ്പായസവും ബാക്കിയൊക്കെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നത് കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലേ? നമ്മൾ ഗംഭീരം ഒന്ന് ആലോചിച്ച് നോക്കാം. ഭഗവാന് നമ്മൾ പാൽപ്പായസം 101 അല്ലെങ്കിൽ 501 റുപ്യ എന്തിനാ വിചാരിക്കല്ലേ, കുറയ്ക്കേണ്ടല്ലോ, അല്ലേ? ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറയ്ക്കേണ്ട കാര്യമുള്ളൂ. 501 റുപ്യക്ക് പാൽപ്പായസം ഷീട്ടാക്കിന്ന് വെക്കുക. പാത്രം കൊണ്ടുവരില്ലേ? വീട്ടിൽ നിന്ന് കൊണ്ടുവരും, ഉറപ്പാ. അതിന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. കൊണ്ടുവരുന്ന സമയത്ത് പറയണേ, പായസം ഭഗവാൻ കഴിച്ചു കേട്ടോ. എന്തായിരിക്കും പിന്നെ? നമുക്കറിയാം ഭഗവാൻ കഴിച്ചു എന്നുള്ളത്. ഏത് ഭഗവാനാ കഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ചോദിക്കുക. കാരണം നമുക്ക് ഉറപ്പിട്ട് കഴിക്കില്ല എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ്. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഗോവർദ്ധനേശ്വരന്റെ രൂപത്തിൽ വന്നതൊക്കെ കഴിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ എല്ലാവരും ആ ഒരു ഉത്സാഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ ഈ വിവരം അറിയുന്ന. കൃഷ്ണൻ മർത്യമുപാശ്രിത്യ, ഈ കൃഷ്ണൻ വിഷ്ണു ആണെന്നുള്ളതൊക്കെ ഇന്ദ്രൻ അറിയാം. പക്ഷെ അഹങ്കാരം വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം മറക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ, ഗോപാലനായിട്ടുള്ള കൃഷ്ണൻ എന്റെ പൂജ മുടക്ക് എന്ന് ചോദിച്ചിട്ട് ഇന്ദ്രൻ മഴമേഘങ്ങളെ വിടുകയാണ് ചെയ്യുന്നത്. എന്നാ ഒരു പാഠം പഠിപ്പിക്കണം. ഈ വിവരമില്ലാത്ത ഗോപന്മാര് ആ കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് എന്റെ പൂജ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവരൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വാർമുചാം പതിമീശ്വരാണ്. അതായത് വാർമുചാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴമേഘങ്ങളെയാണ്. വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം. വാരിയും മോചയതി വാർമുഖ് എന്ന് പറയും. വെള്ളത്തെ
താഴേക്ക് വിടുന്നതാണ്. വെള്ളത്തെ മോചിപ്പിക്കുന്നത് മേഘങ്ങളായതുകൊണ്ട് മേഘങ്ങൾക്കുള്ള പേരാണ് വാർമുക്ക് എന്ന് പറയുന്നു. അപ്പൊ വാർമുക്കുകളുടെയൊക്കെ അധിപതിയായിട്ടുള്ള ആളാണ് ഇന്ദ്രൻ. ഇതിന്റെ നിയന്ത്രണം മുഴുവൻ അദ്ദേഹത്തിന്റെ ആണ്. വാർമുചാമ്പതി ഈശ്വര എന്നാണ് ഇന്ദ്രൻ അവിടെ സംബോധന ചെയ്യുന്നത് തന്നെ. അങ്ങനെയുള്ള ഇന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ളതായിട്ടുള്ള പലതരത്തിലുള്ള മേഘങ്ങൾ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഈ പ്രളയകാലത്ത് പെയ്യുന്നതായിട്ടുള്ള സാംവർത്തക മേഘങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതായത് ഈ പ്രളയകാലത്ത്, അതായത് തുള്ളിക്ക് ഒരു കുടം മഴ എന്നൊക്കെ പറയാറില്ലേ, ആ രീതിയിൽ വലിയ മുസലധാരാവൃഷ്ടി പെയ്യുന്നതായിട്ടുള്ള മഴയാണ്. അങ്ങനെയുള്ള മേഘങ്ങളെ എല്ലാം കൂടി തെരഞ്ഞെടുത്ത് അവിടേക്ക് വിട്ടു എന്നുള്ളതാണ്. ഈ യാഗമൊക്കെ കഴിഞ്ഞ, ഈ പൂജയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഇന്ദ്രയാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഗോവർദ്ധന യാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഒരു ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. ഒരു ഇടിമുഴക്കം കേട്ടു. ഇടിമുഴക്കം കേട്ട് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അങ്ങനെ കാർമേഘം ഇരുണ്ട് കയറുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ സംഭവിക്കാം. പണ്ട് പാഞ്ഞാള് സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതിരാത്ര നടന്നതായിട്ടുള്ള സംഭവം, ഒരു സിനിമയൊക്കെ അതിനെ കുറിച്ചിട്ട് ബേസ് ചെയ്ത് ഇറക്കിയിരുന്നു. ആ അതിരാത്രി നടന്ന സമയത്ത് കൊടും വേനൽക്കാലത്താണ് ഈ അതിരാത്രി നടക്കുന്നത്. അപ്പൊ അന്ന് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. കാരണം അന്നാണ് ഈ അന്നത്തെ മുദ്രാവാക്യങ്ങളൊക്കെയാണ് അമ്പലങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടം കാച്ചി തിന്നൂടെ എന്നൊക്കെ ചോദിക്കുക ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്നിപ്പോ ആ പറഞ്ഞ ആളുകളാണ് അമ്പലത്തിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് എന്നുള്ളത് വേറൊരു തമാശയാണ്. അത് വേറെ കാര്യം. കാരണം ഇവിടെ നിന്നാലേ ഇപ്പൊ മെച്ചമുള്ളൂ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കാലങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ആ അതിരാത്രി നടക്കുന്ന സമയത്ത് ഈ വേനൽക്കാലത്തിന്റെ കാഠിന്യം കൊണ്ട് പാടത്താണ് നടക്കുന്നത്. വയലൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയിട്ടുള്ളതായിട്ടുള്ള ഒരു സമയമായിരുന്നു. ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ വയലിൽ കൂടെയൊക്കെ നടക്കുന്ന ആളുകൾക്കറിയാം, നല്ല വേനൽക്കാലത്ത് വിണ്ട് കീറും. നമ്മുടെ കാലതിൽ പോയി കഴിഞ്ഞാൽ കാലൊക്കെ മുറിയാവും. അങ്ങനെയുള്ള വിണ്ട് കീറിയതായിട്ടുള്ള വയലിൽ വെച്ചിട്ടാണ് ഈ അതിരാത്രം നടക്കുന്നത്. അപ്പൊ ഒരുപാട് മുദ്രാവാക്യം ഒക്കെ ബഹളങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ ഇന്നും നടക്കുകയാണ്. ഈ യാഗം ചെയ്തിട്ടാണോ മഴ പെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ആ യാഗം നടന്ന് യാഗശാലയിലേക്ക് തീയെടുത്തിട്ടുള്ള സമയത്ത് അതിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു പ്രായമുള്ള അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം അതിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആകെ ഈ പരിപാടി കഴിയുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്തൊലിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേർത്തൊലിച്ച് നിൽക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഇതുപോലെ ഒരു ഇടി മുഴങ്ങുന്ന ഒരു ശബ്ദം കിട്ടും. തെളിഞ്ഞ ആകാശമാണ്, ഒരു സംഭവം ആകാശത്തില്ല. അതുപോലെയുള്ള ആ അന്തരീക്ഷത്തില് ഒരു ഇടിശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെന്നറിയില്ല, മഴക്കാറ് ഇങ്ങനെ കേറി, കറുത്തിരുണ്ട മഴക്കാറ് ഇങ്ങനെ കേറി വരുന്നത് പ്രത്യക്ഷത്തിൽ കാണുകയാണെന്നുള്ളതാണ്. അങ്ങനെ കേറി വന്നു എന്ന് മാത്രമല്ല, കുറച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പകുതി ഭാഗം മുഴുവൻ അത്രയും കാർമേഘങ്ങളായി ഒരു ഇടിയും കൂടി വെട്ടിയ സമയത്ത് അങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ വരാൻ വരുന്നു. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ വന്ന് അന്ന് ഷൊർണൂര് അവിടെ മേൽപ്പാലില്ലായിരുന്നു. ബസ്സിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം ഉണ്ടായി എന്നാ പറയണത്. അത്രയും മഴ പെയ്തു, നിൽക്കാത്ത മഴ. പാടത്തൊക്കെ വെള്ളം വന്ന് മൂടിയിട്ട് ആളുകളൊക്കെ വെള്ളത്തില് തുള്ളിച്ചാടി. അത്രയും കുടിവെള്ളം പോലും മുട്ടിയിട്ടുള്ള ഒരു സമയത്തായിരുന്നു അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ഇടിശബ്ദത്തോട് പിന്നീട് അതിഗംഭീരമായിട്ടുള്ള മഴയാണ് വരുന്നത്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മഴയാണ്. കാളിന്തിയിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. മഴ നിൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. വെള്ളം കരയ്ക്ക് കയറി വരുന്നു. കരയ്ക്ക് കയറിയൊക്കെ വരുമ്പോഴേക്കൊക്കെ ആളുകൾക്ക് ചെറുതായിട്ട് ഭയം തരാൻ തുടങ്ങി. അങ്ങനെ ഭയം വരാൻ തുടങ്ങിയോട് കൂടിയിട്ട് എപ്പോഴും രണ്ട് പക്ഷത്തിലുള്ള ആളുകൾ എവിടെയുണ്ടാവും. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, ഈ കുട്ടികളുടെ വാക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെയുള്ള വേണ്ടാത്തത് ചെയ്യേണ്ടെന്ന് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇന്ദ്രൻ കോപിച്ചിട്ട് ഇനിയിപ്പോ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞ് അങ്ങനെ പരിഭ്രാന്തി ആവാൻ തുടങ്ങി. ഈ പരിഭ്രാന്തി വരുന്ന സമയത്താവുമ്പോഴേക്ക് വെള്ളത്തിന് കുറവൊന്നുമില്ല. വെള്ളം ഇവരുടെയൊക്കെ വീടുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. ചട്ടിയും കലവും സാധനങ്ങളൊക്കെ ഒഴുകാൻ തുടങ്ങി. കാലിന്റെ അടിവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള വെള്ളം ഇപ്പൊ കാലിന്റെ മുട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇനിയും മഴ ശമിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ എല്ലാവരും കൂടി ആകെ പരിഭ്രാന്തരായി. എല്ലാവരും കൂടി കൃഷ്ണന്റെ അടുത്ത് വരികയാണ്. കൃഷ്ണ, ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. കാരണം ഒരുപാട് ആപത്തിൽ കൃഷ്ണൻ അവരെ രക്ഷിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. വേറൊരാളുകൾ വിഭാഗമാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നു. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ്. ഇങ്ങനെ മൊത്തം ഒരു കോലാഹലമായിട്ടുള്ള സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഇത്തിരി ഷൗട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക ആദ്യം എന്നുള്ളത്. ഒരു പ്രശ്നം വരുമ്പോ കടന്ന് ബഹളം വയ്ക്കുകയല്ല വേണ്ടത്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ക്രൈസിസ് മാനേജ്മെന്റ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഇലക്ട്രിക് ഷോർട്ട് ഉണ്ടായിന്ന് വിചാരിക്കുക. ആർക്കെങ്കിലും വീട്ടിൽ കറണ്ട് എങ്ങനെയെങ്കിലും ബൈ ചാൻസിൽ കറണ്ട് അടിച്ചു എന്ന് വിചാരിക്കുക. ഇനി അല്ലെങ്കിൽ വീട്ടിലൊരു ഗ്യാസിന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. നമ്മളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, മുതിർന്ന ആളുകളാണ്, എന്തും നേരിടാൻ പറ്റുന്ന ആളുകളാണ്. ഭൂരിപക്ഷവും നമുക്കറിയാവുന്ന ഒറ്റ ക്രൈസിസ് മാനേജ്മെന്റേ ഉള്ളൂ. എന്താ അത്? അയ്യോ എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുക. നമ്മുടെ ഈ പരിഭ്രാന്തിയാണ് പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വെറുതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ അടുത്ത കാലത്ത് 2-3 വർഷം മുമ്പ് ഗൾഫിൽ ഒരു വിമാനത്തിൽ തീപിടിച്ചു. പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അത് ഖത്തറിലാണ്, എവിടെയാണെന്ന് അറിയില്ല, ഗൾഫ് കൺട്രീസിലാണ്. ഇവിടുന്ന് പോയതായിട്ടുള്ള ഒരു വിമാനം എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് വിമാനത്തിന് തീപിടിച്ചു. വലിയ വലിയ ചർച്ചയായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. ചർച്ചയാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനം തീപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അപ്പുറത്ത് ഫയർഫോഴ്സും ബാക്കിയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ആളുകളെ എങ്ങനെയെങ്കിലും എമർജൻസി എക്സിറ്റ് ഒക്കെ തുറന്നിട്ടിട്ട് പുറത്തുനിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, വേഗം ഇറങ്ങൂ എപ്പോ വേണം. കാരണം ഈ ഏവിയേഷൻ ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഒരു നേരി എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തം ബ്ലാസ്റ്റ് ആവും. അപ്പൊ അത്രയും ആളുകൾ അതിലുണ്ട്. വലിയ ആളുകൾ, ഒരുപാട് ആളുകൾ ഉള്ളതായിട്ടുള്ള വിമാനത്തിൽ നിന്ന് എല്ലാവരെയും എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിമാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരാണ്. നമുക്കൊക്കെ അഭിമാനിക്കാട്ടോ, അതിൽ ഭൂരിപക്ഷം മലയാളികളായിരുന്നു. തീ പിടിച്ച് പൊട്ടിക്കെറിക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കുള്ള മിഠായി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുക്കാൻ എൻ്റെ ലാപ്ടോപ്പ്, സാധനങ്ങൾ, അച്ചാറിന്റെ കുപ്പി അവിടെയുണ്ട്, ഇതൊക്കെയാണല്ലോ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ, ചക്ക വരട്ടിയത്, അച്ചാറ്, ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടേ. എന്നാ ഇറങ്ങുന്നവരെ ഞാൻ അവസാനം സീറ്റിലിരുന്നാൽ മതി, ഞാൻ അവസാനം എടുത്തിട്ടേ ഇറങ്ങും. അത് പറ്റില്ല. നമുക്കറിഞ്ഞോടെ ഒരു വണ്ടി കയറിയാലേ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബഹളം. ഒരു മനുഷ്യന് ഇറങ്ങാനും വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണത്. മുമ്പ് പറഞ്ഞില്ലേ, സന്തോഷ് ജോർജ് എവിടെ പോയിട്ടുള്ള സമയത്ത് ഒരു സ്ഥലത്ത് സ്റ്റാർ ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഫോർക്കും സ്പൂണും കൊണ്ടുപോകരുതെന്ന് മലയാളികളെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ളതാണെന്നുള്ള. നല്ല പേരെടുത്തിട്ടുള്ള ആളുകളെ, മോശക്കാരൊന്നുമല്ല, നമ്മള് പ്രബുദ്ധരാണല്ലോ. ഇതാണ് സ്വഭാവം. അപ്പൊ നമ്മളിതൊക്കെ സ്കൂളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്, അല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം എങ്ങനെയാണ് 4 പേരുടെ മുമ്പിൽ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയി ഒരു പബ്ലിക് സ്പേസിൽ പോയാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഒരു സ്ഥലത്ത് ഇനിയിപ്പോ നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് പിന്നെ അധികം ഇതില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങള് ചിലപ്പോൾ പ്രഭാഷണത്തിന് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോ നേരത്തെ ദീപാരാധനയുടെ കാര്യം പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക്കിന്റെ കസേരകളാണ്. ഈ കസേര നീക്കി വലിക്കുന്നതായിട്ടുള്ള ശബ്ദം ഒരു 5 മിനിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? പോയി കഴിഞ്ഞാല് നിലത്ത് ക്രോ എന്നും പറഞ്ഞിട്ട് ഈ കസേര മുഴുവൻ വലിച്ച്, അത് മര്യാദയ്ക്ക് അവിടെ ഒതുക്കിയിട്ടുണ്ട്, പോയിരുന്നാ മതി, അല്ലെ? പൃഷ്ഠം അവിടെ വെച്ചാ മതി. സമ്മതിക്കില്ല. എന്റെ ഇഷ്ടത്തിനൊന്ന് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റർബൻസ് എത്ര ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ബേസിക്കലി ഇതാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തൊക്കെയോ, ഇതാണ് പറഞ്ഞത്, ഉള്ളു പൊള്ളയായിട്ടുള്ള എന്തൊക്കെയോ സംഗതികളാണ് നമ്മൾ ഈ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു വന്നാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതാണ്. ഈ കുഞ്ഞുങ്ങളായിരിക്കും ഇന്നത്തെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും വേണ്ടതാണ്. എന്തെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി എങ്ങനെയാണ് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ CPR ഒക്കെ പലതും പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല?
ഒരു പീരീഡ് നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആപത്ത് വന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ വേണം. ട്രയൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു, തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസിന് കോൾ ചെയ്യാനുള്ള കാര്യം ചെയ്തുകൂടെ? അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞൂടെ? ഒരു സ്ഥലത്തൊരു തീ പിടിച്ചു, ചുരുങ്ങിയ പക്ഷേ ഒരു ഫയർഫോഴ്സിനെ വിളിച്ചു പറയാനുള്ളൊരു കാര്യം. ഇതൊക്കെ നമ്മളൊരു പൊതു അവബോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ പരിഭ്രമിക്കാണ്ടിരിക്കുക ആദ്യം. ആദ്യം അതാണ് വേണ്ടത്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനോനില വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കാര്യം. പകുതി പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് നേരെ ചൊവ്വ ആയി കഴിഞ്ഞാൽ. അപ്പൊ ഭഗവാൻ പറയാണ്, നിങ്ങൾ ആദ്യം നേരെ നിൽക്കൂ, മിണ്ടാണ്ടിരിക്കൂ. പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവില്ല. നിങ്ങൾ ബഹളം വെച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ച് ഇത്തിരി ഷൗട്ട് ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, ഗോവർദ്ധനത്തിനെയാണ് നമ്മൾ പൂജിച്ചത്, ഗോവർദ്ധനൻ നമ്മളെ രക്ഷിക്കാനും ബാധ്യസ്ഥനാണ്, വരൂ നമുക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ഗോവർദ്ധനത്തിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ഗോവർദ്ധനത്തിനോട് എന്തോ സംസാരിക്കുന്ന മാതിരി ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വെള്ളം ഇങ്ങനെ കയറി എന്ത് വേണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ്. സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും വയലന്റ് ആയി പോകും. ആ സമയത്താണ് ഭഗവാൻ പറയണത്, ശരി ആരും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോവർദ്ധനം എല്ലാ കാര്യവും നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഭഗവാൻ നേരെ 7 വയസ്സ് പ്രായമുള്ളതായ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തുന്നത്. ക്ഷത്രാഗമിവ ബാലക എന്നുള്ളതാണ്. ഒരു കുട്ടി ഒരു കൂണ് പറിച്ചെടുക്കുന്നത് പോലെ പതുക്കെ 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 ആ ഗോവർദ്ധനത്തിനെ അതിന്റെ സൈഡിലൂടെ കൈ വെച്ച് 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 ഉയർത്തുകയാണ്. ആ ഉയർത്തിയെടുത്ത സമയത്ത് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൊ സപ്തഹായനോ ബാല കൊ മഹാദ്രി വിധാരണം എന്നാണ് അവിടെ വേദവ്യാസൻ തന്നെ അവരെ കൊണ്ട് പറയുന്നത്. എന്താ ഈ കാണുന്നത്? കാര്യം ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? ഒരു വലിയ പർവ്വതത്തെ ഒരു കുട്ടി എടുത്ത് ഉയർത്തുക, ഇതെങ്ങനെ സംഭവിക്കും? അവർക്ക് ഒന്നും ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഭഗവാൻ പറയുന്നത്, എന്താ അത് പുറത്ത് നിൽക്കണം, ഇങ്ങോട്ട് കയറി വരൂ, ഇവിടെ വെള്ളം ഇല്ല, അങ്ങോട്ട് കയറി വരൂ എന്ന് പറയണം. യാന്ത്രികമായിട്ട് അവരതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കാരണം ഇത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുന്നു. അങ്ങനെ 7 ദിവസമാണ് തുടർച്ചയായിട്ട് ആ പർവ്വതത്തെ എടുത്ത് നിൽക്കുന്നത്. പോരാത്തതിന് അപ്പോഴും അവർക്ക് അവരുടെ ശങ്ക അല്ലെങ്കിൽ വിശ്വാസമൊന്നും വരുന്നില്ല എന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ഭഗവാൻ തന്റെ വേണുനാദത്തിൽ അവരെ മയക്കുന്നുണ്ട്. അവരങ്ങനെ മുഗ്ധരായിട്ടിരിക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പുറത്തേക്ക്. 7 ദിവസം ഒന്നും അവരറിയുന്നില്ല. അങ്ങനെ പിന്നീട് ആ മഴയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ള ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറഞ്ഞ ലീല എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് സുരഭി വന്നിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് തന്റെ അകട്ടിലെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. കാരണം ആ പശുക്കളെ മുഴുവൻ രക്ഷിച്ചത് കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്യുന്നു. ഇന്ദ്രനും തന്റെ അഹങ്കാരമൊക്കെ ശമിച്ച് ഐരാവതത്തിന്റെ പുറത്ത് വന്നിട്ട് ആകാശഗംഗയിൽ ജലം കൊണ്ടും ഭഗവാൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. എന്നിട്ട് താൻ ചെയ്തതായിട്ടുള്ള അപരാധത്തിന് ക്ഷമയൊക്കെ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഗോവിന്ദാഭിഷേകം എന്ന് പറഞ്ഞ ലീല. കഥ കുറച്ചും കൂടി വിസ്തരിച്ചിട്ടാണ്, പിന്നെ നമ്മൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കിയതാണ്. അപ്പോൾ വെറും ഒരു കഥ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേശങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ അനവധി കഥകളാണ് ദശമസ്കന്ധത്തിലെ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗോവർദ്ധനോദ്ധാരണത്തിന്റെ കഥയോടുകൂടി നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രഭാഷണം അവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ബാക്കി നേരത്തെ പറഞ്ഞു, നാളത്തെ പൂജാകാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ കാര്യങ്ങൾ പതിവ് പോലെ ഇവിടെ സഹസ്രനാമ ജപം, അതുപോലെ തന്നെ ഭാഗവത പാരായണം തുടങ്ങിയതുണ്ടാവും. അപ്പൊ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും പരമാവധി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക. കാരണം അതിവിശേഷമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിനും അതുപോലെ തന്നെ ആ ദോഷപരിഹാരങ്ങൾക്കും, അത് ക്ഷേത്രത്തിൽ മാത്രമല്ല നമ്മുടെയൊക്കെ അതിനൊരു ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാം, അവിടെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാനും നമ്മുടെ കുടുംബങ്ങളിലുള്ള ദുരിതങ്ങൾ കൂടി ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ വേണ്ട രീതിയിൽ പങ്കെടുക്കുക. ഒപ്പം ഇതിൽ നമ്മുടെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടാവുക. അപ്പൊ അന്നദാനമുള്ള സമയത്ത് ആ അന്നദാനത്തിന് എന്തെങ്കിലും കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും നെയ്വിളക്കായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കലശങ്ങളൊക്കെ ഇനി ഒരു
കലശങ്ങൾക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് വരുന്നത് എന്നുള്ളത് മുൻപും പറഞ്ഞിട്ടത് ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലേ, വരണം എന്നൊക്കെ ഉണ്ട്, ഈ സമയമില്ല എന്ന് പറയും. നമുക്കൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടുന്ന ഒരു സമയം പിന്നെ വരും. വയ്യാണ്ട കട്ടിലുമേൽ ഇങ്ങനെ കിടക്കുമ്പോഴേ അപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട്, അപ്പൊ പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തിരക്കെല്ലാവർക്കും ഉണ്ട്, ആരും തിരക്കില്ലാത്തവരൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് സമയം മാറ്റിവെക്കാനില്ല എന്നുണ്ടെങ്കിൽ, കബീർദാസിന്റെ ഒരു ദോഹയുണ്ട്. കബീർദാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വടക്കേ ഇന്ത്യയിലുള്ള വലിയൊരു മഹാത്മാവായിരുന്നു അദ്ദേഹം. ഒരു സാധാരണ മനുഷ്യനാണ് കബീർദാസ്, കബീർ പന്ഥി എന്നൊക്കെ അദ്ദേഹം പറയും. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അബ് പച്തായേ ക്യാ ഹുവാ ജബ് ചിടിയ ചുബുക ഈ ഖേത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു ദോഹയാണ്. അതായത് നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയത്തും ബാക്കിയുള്ളതൊക്കെ ആ പാടത്തേക്ക് ഒന്നും പോവാനുണ്ടായില്ല. അവസാനം പാടത്തുള്ളത് മുഴുവൻ കിളികൾ കൊണ്ടുപോയതിന് ശേഷം പിന്നെ പാടത്തിന്റെ അവിടെ പോയിട്ട് കാവലിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈശ്വരൻ നമുക്ക് ആരോഗ്യവും കഴിവും ബുദ്ധിയും ഒക്കെ തന്നിട്ടുള്ളതായ ഈ സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള സമയത്ത് അത്യാവശ്യത്തിന് നമുക്ക് സമയം കണ്ടെത്തുക. അതിന് പോലും പിന്നെ സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ കഴിയാവുന്ന രീതിയിൽ പങ്കെടുക്കുക. ജസ്റ്റ് ഒന്ന് പങ്കെടുത്തിട്ടെങ്കിലും പോവുക. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരിക. ഒരു സമയത്ത് പരീക്ഷാ കാലമാണ്, മുഴുവൻ സമയമൊന്നും ചിലപ്പോൾ ഇരിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും ഒന്ന് പങ്കെടുത്തൊന്ന് തൊഴുതു പോകുന്നത് വളരെ വിശേഷമായിട്ടുള്ളതാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരിയും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ